ഇപ്രാവശ്യം ഞാൻ ബാക്ക് ടു എറണാകുളം പോകാൻ നേരത്ത് ആദിക്കും തസ്നിക്കും ഒരേ നിർബന്ധം എൻ്റെ കൂടെ എറണാകുളം വരണമെന്ന്. അങ്ങനെ ട്രെയിൻ നോക്കി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന കുരുത്തക്കേടാട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. പിന്നെ ഇവൻ അടങ്ങിയിരിക്കാനായിട്ട് ജ്യൂസ് വാങ്ങിച്ചു തരാം, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു കുപ്പി ജ്യൂസും വാങ്ങിച്ച് അടക്കിയിരുത്തുമായിരുന്നു ചെയ്തത്. 4 മണിയുടെ കൊല്ലമ്പൂനായിരുന്നു ഞങ്ങൾ പോയത്. ട്രെയിനിൽ കയറി കഴിഞ്ഞ് വീണ്ടും അവൻ കുരുത്തക്കേട് കാണിച്ചപ്പം എറണാകുളം എത്തിക്കഴിഞ്ഞാൽ അടുത്ത ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ അടക്കിയിരുത്തി. ജ്യൂസും വാങ്ങി ഞങ്ങൾ പിന്നെ പോയത് മെട്രോ സ്റ്റേഷനിലോട്ടാണ്. മെട്രോ കയറിയാലേ നമ്മുടെ റൂമിലോട്ട് എത്താൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് മെട്രോ സ്റ്റേഷനും ഒക്കെ കണ്ട നല്ല എക്സൈറ്റ്മെൻറ്റും കുരുത്തക്കേടും ഉണ്ടായിരുന്നു ആദിക്കുട്ടനെ. മെട്രോ നിർത്തുന്നതിന് മുമ്പ് അവൻ എങ്ങനെയും ഒന്ന് ചാടി കയറണമെന്നായിരുന്നു അടുത്ത പ്ലാൻ. പിന്നെ ഒരു വിധത്തിൽ അവനെ പിടിച്ചു കെട്ടി റൂമിൽ കൊണ്ട് ഫ്രഷായി ഞങ്ങൾ പിന്നെ പോയത് എടപ്പള്ളിയിലുള്ള സ്റ്റുഡിയോയിലോട്ടാണ്. ആദ്യപോലെ ഇങ്ങനെ കുസൃതിയൊക്കെ കാണിക്കുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലേ? ഇവൻ്റെ കുസൃതിയിൽ ഒരു പകുതിയോളം ഞങ്ങൾ കണ്ണടച്ചു വിടും. കാരണം ഇവരൊക്കെ ഈ ഒരു പ്രായത്തിൽ മാത്രമേ ഇങ്ങനെ കുസൃതി കാണിക്കാറുള്ളൂ. വലുതായി കഴിയുമ്പം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഇവൾ ഈ ഓടി നടന്ന് കുറേ സാധനമൊക്കെ പിറക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇവിടെ ഈ കാശുണ്ടോന്ന്? സത്യം പറഞ്ഞാൽ ഇല്ല. സാലറിയുടെ പകുതി എമൗണ്ടോളം അഡ്വാൻസ് വാങ്ങിച്ച് ഈ സ്റ്റുഡിയോയിൽ കൊണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് കുറേ പ്രോഡക്ട്സിന് ഇവളിപ്പം മുടക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഗേൾസിൻ്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ. കാശില്ലേലും എവിടുന്നേലും കാശ് സെറ്റാക്കി ഏതെങ്കിലും ഒരു മാളിൽ പോയി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞങ്ങളിങ്ങനെ ടൈം എടുത്ത് സാധനമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം നല്ലതുപോലെ ബോറടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ബോറടി വാങ്ങാൻ പെട്ടെന്ന് തന്നെ ബില്ലും പേയ്മെൻറ്റ് ചെയ്ത് അവനെയും കൊണ്ട് നമ്മുടെ ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ പോയി അവൻ്റെ ഫേവറേറ്റ് മന്തി തന്നെ വാങ്ങിച്ചു കൊടുത്തു. ഇതായിരുന്നു ഫസ്റ്റ് ഡേ ഇവരുമായിട്ടുള്ള ഔട്ടിങ്. ദെൻ സെക്കൻഡ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ലുലുവിൽ പോകാനായിരുന്നു. ആദ്യം ഇങ്ങനെ ബ്ലാക്കും റെഡും ലൈൻ മാത്രം നോക്കി നടന്ന് ലാസ്റ്റ് ഒരു വീഴ്ചയും വീണു. ലുലുവിൽ കയറി ഫസ്റ്റ് ഞങ്ങൾ പോയത് ഹൈപ്പറിലാണ്. അവൾക്ക് അവിടുന്ന് എന്തൊക്കെയോ കുറേ സാധനം വാങ്ങാനുണ്ടായിരുന്നു. അത് കണ്ട് ആദ്യക്ക് ശരിക്കും ദേഷ്യം വന്ന് അവൻ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് എന്നെയും വലിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇവന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോയ ടൈമിലാണ് നമ്മുടെ സ്കീ ഐസ്ക്രീം അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഫ്രീ അല്ലേ, എങ്ങനെ വെറുതെ വിടും? ഫ്രീ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഫുഡ് സെക്ഷനിലാണ്. നാളെ തന്നെ ആദ്യം കൊണ്ട് ഏൽപ്പിച്ചേക്കാം എന്നുള്ളൊരു പെർമിഷൻ്റെ പുറത്താണ് അമ്മ ഇവനെ ഞങ്ങളുടെ കൂടെ തന്നുവിട്ടത്. ലുലുവിൽ നിന്ന് അവന് ഇഷ്ടമുള്ള ഫുഡും വാങ്ങിച്ച് വൈകുന്നേരത്തെ 6:15 മെമ്മൂന് തന്നെ നാട്ടിലോട്ട് കയറ്റി അയച്ചു. അവനെ പോകുന്നതിൻ്റെ നല്ല വിഷമം അവൻ്റെ ഫേസിൽ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അവരെയും വിട്ട് ഞാൻ ബാക്ക് ടു റൂമിൽ പോയി.